ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തനി നാടൻ നൊസ്റ്റാൾജിക് ഒരു കറിയാട്ടോ. അതിനായിട്ട് ഞാനൊരു കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രോസനാണ്, ഞാൻ തന്നെ ആക്കി വെച്ചതാണ്, വേവിച്ച് ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. പിന്നെ അതിലോട്ട് ഒരു സവോളയും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പകുതി ചെറിയ കുമ്പളങ്ങ ആയിരുന്നു, അപ്പോൾ ഒരു പകുതി കുമ്പളങ്ങ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുമ്പളങ്ങയിൽ സവോളയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം. വെന്തത ഓൾറെഡി അപ്പം തിളപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ. ഒന്നങ്ങ് തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ കൂടെ ഇട്ട് ഒന്നങ്ങ് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് പകുതി വേവായി കഴിയുമ്പോൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ കുറച്ച് വാഴമ്പുള്ളി ഞാൻ കുതിർത്തി നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ച് എടുത്ത് അതിലോട്ട് ചേർക്കുന്നുണ്ട്. പുളിയെല്ലാം ചേർത്ത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഇപ്പം ആ അരച്ച് വെച്ചേക്കുന്ന തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ബാക്കി വെള്ളം ഇപ്പം ഞാൻ തേങ്ങ അരപ്പ് ചേർത്തു. പിന്നെ അതിലോട്ട് നമ്മുടെ ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ആ കറിയുടെ പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചാറ് ആവശ്യത്തിനനുസരിച്ച് എടുക്കണം കേട്ടോ. ഞാനിത് ഇച്ചിരി കുറുതായിട്ട് എടുക്കുന്നത്. അപ്പോൾ തേങ്ങയും കൂടി ചേർത്തു, അതിലുള്ള ആവശ്യത്തിന് വെള്ളവും ചേർത്തു, കുറച്ച് ഉപ്പും ഇട്ടു, ഒന്നങ്ങ് മിക്സ് ചെയ്തു കേട്ടോ. ഇടയ്ക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നങ്ങോട്ട് അടച്ചു വയ്ക്കാം. ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് തുറന്നൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചും പിന്നെ ഒന്ന് ഇളക്കി ഒക്കെ ആയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ബാക്കി ഒരുപാട് വെന്ത് പോവണ്ട. ഓക്കെ, ഇപ്പം നമ്മുടെ നല്ല കറി നല്ല പാകമായി തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തനി നാടൻ. ഇടയ്ക്കൊക്കെ നമുക്ക് നൊസ്റ്റാൾജിക് വരുമ്പോൾ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം കറി ഒരു ഇതും ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലോട്ട് അത്യാവശ്യം വെന്ത് കഴിഞ്ഞു. ഇനി അതിലോട്ട് കടുക് പൊട്ടിക്കാം കേട്ടോ. അതിനോട് താളിക്കാനായിട്ട് ഞാനൊരു കുറച്ച് ഒരു ചെറിയ പാത്രത്തിനകത്ത് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചാണ് കേട്ടോ. അതിലോട്ടൊരു ഇച്ചിരി കടുക് ഇട്ടു. ഓക്കെ, പിന്നെ ഞാനതിലോട്ട് ഒരു ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുത്തു. നമ്മൾ ചിലർ ചെയ്യുന്ന പോലെ പിന്നെ നമ്മൾ ഇച്ചിരി മുളക് പൊടി ഇട്ടാണ് കേട്ടോ. പച്ചമുളക് 2-3 ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ട് കറിയിലോട്ട് ഒഴിച്ചു. സംഭവം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, തനി നാടൻ നൊസ്റ്റാൾജിക് ഒരു കറി കേട്ടോ. അതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.